There are 6 boys and 3 girls in a class. A committee of 6 persons is to be selected such that there are 4 boys and 2 girls in the committee. In how many ways can the committee be selected? അതായത് 6 ബോയ്സും 3 ഗേൾസും ഉള്ള ഒരു ക്ലാസ്സിൽ എനിക്ക് 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അതിന് 4 ബോയ്സിനെയും 2 ഗേൾസിനെയും സെലക്ട് ചെയ്യണം. സെലക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പിനേഷനാണ്. എനിക്ക് 6 ബോയ്സിൽ നിന്നും 4 ബോയ്സിനെ സെലക്ട് ചെയ്യണം. ഒപ്പം എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് ചെയ്യുന്നത്. അതോടൊപ്പം എനിക്ക് 3 ഗേൾസിൽ നിന്ന് 2 ഗേൾസിനെ സെലക്ട് ചെയ്യണം. 6C4 എന്ന് പറഞ്ഞാൽ 6 × 5 × 3 × 4 1 × 2 × 3 × 4 × 3C2 3 × 2 1 × 2. ഇവിടെ 4 ഉള്ളത് കൊണ്ടാണ് 6 തൊട്ടുള്ള 4 നമ്പേഴ്സ് എഴുതിയത്. ഇവിടെ 1 തൊട്ടുള്ള 4 നമ്പേഴ്സ് എഴുതിയത്. ഇവിടെ 2 ആയതുകൊണ്ടാണ് 3 തൊട്ടുള്ള 2 നമ്പേഴ്സും ഇവിടെ 1 തൊട്ടുള്ള 2 നമ്പേഴ്സും എഴുതിയത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, രാജേഷ് ഹാസ് 5 ഫ്രണ്ട്സ്. ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ ഹി ഇൻവൈറ്റ് 1 or more of them to a party? രാജേഷിന് 5 സുഹൃത്തുക്കളുണ്ട്. അതിൽ ഒരാളെയോ അതിൽ കൂടുതൽ ആളുകളെയോ ഒരു പാർട്ടിക്കായിട്ട് ക്ഷണിക്കണം. അത് എത്ര രീതികളിൽ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ഷൻ തന്നെയാണിത്. അപ്പോൾ കോമ്പിനേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 5 സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് ഒരാളെ ആദ്യം ക്ഷണിക്കാം, അല്ലെങ്കിൽ 5 സുഹൃത്തുക്കളിൽ നിന്ന് 2 പേരെ ക്ഷണിക്കാം, അല്ലെങ്കിൽ 3 പേരെ ക്ഷണിക്കാം. അങ്ങനെ 5 പേരെ വേണമെങ്കിൽ ക്ഷണിക്കാം. അപ്പോൾ ഞാൻ ഒരാളെ മാത്രമേ ക്ഷണിക്കുന്നുള്ളെങ്കിൽ 5 പേരിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തു. ഇനി അതല്ലെങ്കിൽ അപ്പോൾ പ്ലസ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ എനിക്ക് 5 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ 5 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 5 പേരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 5 പേരിൽ നിന്ന് 5 പേരെയും സെലക്ട് ചെയ്യാം. 5C1 ഏത് നമ്പറിൻ്റെയും C1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. 5C2 എങ്ങനെ എഴുതാം? 5 × 4 1 × 2 പ്ലസ് 5C3 5 × 4 × 3 1 × 2 × 3. 5C4 എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 1 × 2 × 3 × 4 പ്ലസ് 5C5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 5 + 10 + 10 + 5 + 1 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 31 എന്നാണ്. എനിക്ക് 5C4 കണ്ടെത്താൻ എളുപ്പത്തിന് 5C 5 - 4 ചെയ്താൽ 1 അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. 5C1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പോൾ ഇത് എളുപ്പം കണ്ടെത്താം. അതുപോലെ എനിക്ക് 5C3 ചെയ്യണമെങ്കിൽ 5ൽ നിന്ന് 3 പോയാൽ 2 ആണ്. അപ്പോൾ അത് 5C2 ഈക്വൽ ആയിരിക്കും. ഇത് കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടും. 5 × 4 1 × 2 10 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എക്സാമിനേഷൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 12 questions divided into parts A and B. Part A contains 7 questions and Part B contains 5 questions. A candidate is required to attempt 8 questions, selecting at least 3 from each part. In how many ways can the candidate select the questions? ഒരു പരീക്ഷ പേപ്പറിൽ 2 ഭാഗങ്ങളുണ്ട്. ടോട്ടൽ 12 ക്വസ്റ്റ്യൻ ആണുള്ളത്. പാർട്ട് എയിൽ 7 ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യനുമാണുള്ളത്. പരീക്ഷ എഴുതുന്ന ഒരു കാൻഡിഡേറ്റ് 8 ക്വസ്റ്റ്യനുകളാണ് എഴുതേണ്ടത്. അതിൽ ഒരു പാർട്ടിൽ നിന്ന് മിനിമം 3 ക്വസ്റ്റ്യനെങ്കിലും എഴുതിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 8 ക്വസ്റ്റ്യനുകൾ എങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് പാർട്ട് എയിൽ നിന്ന് മിനിമം 3 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യണം. അപ്പോൾ പാർട്ട് ബിയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം? ടോട്ടൽ 8 അല്ലേ വേണ്ടത്? 5 ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എനിക്ക് പാർട്ട് എയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ പാർട്ട് ബിയിൽ നിന്ന് 4 എഴുതാം. എനിക്ക് പാർട്ട് എയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ പാർട്ട് ബിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ മതി. ഇനി പാർട്ട് എയിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ എഴുതിയാൽ പാർട്ട് ബിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് പറ്റില്ല. കാരണം മിനിമം 3 എണ്ണമെങ്കിലും ഓരോ പാർട്ടിൽ നിന്നും എഴുതണം. പാർട്ട് എയിൽ 7 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ 7 ക്വസ്റ്റ്യനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചെയ്യും. അതോടൊപ്പം പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തത് അതല്ലെങ്കിൽ പാർട്ട് എയിലെ 7 ക്വസ്റ്റ്യനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ചെയ്യും. അതോടൊപ്പം പാർട്ട് ബിയിലെ 5 ക്വസ്റ്റ്യനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ചെയ്യും. അതല്ലെങ്കിൽ പാർട്ട് എയിലെ 7 ക്വസ്റ്റ്യനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ചെയ്യും. അതോടൊപ്പം പാർട്ട് ബിയിലെ 5 ക്വസ്റ്റ്യനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചെയ്യും. 7C3 എന്ന് പറഞ്ഞാൽ 7 × 6 × 5 1 × 2 × 3 × 5C5 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 7C4 എന്ന് പറഞ്ഞാൽ 7C3 തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? 7 - 4 ആണ് 3. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത ആൻസർ തന്നെയാണ് കേട്ടോ.
ഇൻറ്റു 5c4 എന്ന് പറഞ്ഞാൽ 5c1 തന്നെയാണ്. 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ്. പ്ലസ് 7c5 എന്ന് പറഞ്ഞാൽ 7c2 ആണ്. 7 × 6 / 1 × 2. 5c3 എന്ന് പറഞ്ഞാൽ 5c2 തന്നെയാണ്. 5 × 4 / 1 × 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ 35 × 1 പ്ലസ് 35 × 5 പ്ലസ് 21 × 10 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 420. 5 × 4 PR is equal to 6 × 5 PR minus 1. Find R. നമുക്കറിയാം n PR എന്നുള്ളത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 4 PR എന്നുള്ളത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് r ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 5 × 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 6 × 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് r മൈനസ് 1 factorial. 5 × 4 factorial divided by 4 minus r factorial equal to 6 × 5 factorial എനിക്ക് 5 × 4 factorial എന്ന് എഴുതാം. ബാക്കി അങ്ങനെ തന്നെ എഴുതാം. എനിക്കൊരു 4 ഫാക്ടോറിയലും 4 ഫാക്ടോറിയലും കട്ട് ചെയ്യാം. 5ഉം 5ഉം കട്ട് ചെയ്യാം. ബാക്കി എന്താണുള്ളത്? 1/4 മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 6/5 മൈനസ് r മൈനസ് 1 ഫാക്ടോറിയൽ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 1/4 മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 6/5 മൈനസ് അകത്തേക്ക് എടുത്താൽ മൈനസ് r പ്ലസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ 1/4 മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 6/5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 6 ആണല്ലോ. അപ്പോൾ 6 മൈനസ് r ഫാക്ടോറിയൽ. 6 മൈനസ് r ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 6 മൈനസ് r ഇൻറ്റു 6 മൈനസ് r മൈനസ് 1 ഇൻറ്റു 6 മൈനസ് r മൈനസ് 2 ഫാക്ടോറിയൽ എന്നെഴുതാമല്ലോ. അതെങ്ങനെ കിട്ടി? എനിക്കിപ്പോൾ 9 ഫാക്ടോറിയലിനെ 9 × 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ 9 × 8 × 7 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ 9 × 8 × 7 × 6 ഫാക്ടോറിയൽ. അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം. 6 മൈനസ് r ഇൻറ്റു 6 മൈനസ് r മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് r ഇൻറ്റു 4 മൈനസ് r ഫാക്ടോറിയൽ. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി ഇവിടെ ഉള്ളത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ഡിവിഷനാണ്. അപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ 6 മൈനസ് r ഇൻറ്റു 5 മൈനസ് r ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇതിനി മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ കിട്ടും. 6 × 5 30. 6 × മൈനസ് r എന്ന് പറഞ്ഞാൽ മൈനസ് 6r. മൈനസ് r ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ മൈനസ് 5r. മൈനസ് r ഇൻറ്റു മൈനസ് r എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് r² ഈക്വൽ ടു 6. മൈനസ് 6r മൈനസ് 5r എന്ന് പറഞ്ഞാൽ മൈനസ് 11r. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. r² മൈനസ് 11r പ്ലസ് 30 ഈക്വൽ ടു 6. 6നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ r² മൈനസ് 11r പ്ലസ് 30 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 24 ഈക്വൽ ടു 0. രണ്ട് നമ്പർ കണ്ടെത്തണം. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് മൈനസ് 11 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 24 കിട്ടണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്? മൈനസ് 8 ആൻഡ് മൈനസ് 3 ആണ്. അപ്പോൾ r² മൈനസ് 8r മൈനസ് 3r പ്ലസ് 24 ഈക്വൽ ടു 0. ഇതിനെ ഞാൻ രണ്ട് ഗ്രൂപ്പ് ആക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് എഴുതാം. r ഇൻറ്റു ബാക്കി എന്താണുള്ളത്? r മൈനസ് 8. ഇവിടെ നിന്ന് ഞാൻ മൈനസ് ഉൾപ്പെടെയാണ് കോമൺ ആയിട്ട് എഴുതുന്നത്. മൈനസ് 3 ഇൻറ്റു ബാക്കി r മൈനസ് 8. അതിങ്ങനെ വന്ന് 24 ഡിവൈഡഡ് ബൈ ഈ മൈനസ് 3 ചെയ്യുമ്പോഴാണ് ഈ മൈനസ് 8 വരുന്നത്. ഈക്വൽ 0. ഇവിടെ സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മൈനസ് ഉൾപ്പെടെ കോമൺ ആയിട്ട് എടുത്തത്. ഇനി സെയിം ആയിട്ട് കിട്ടിയത് ഒരു തവണ എഴുതുക, ബാക്കി പുറത്ത് വന്നത് ഒരു തവണ എഴുതുക. ഈക്വൽ ടു 0. ഇനി r മൈനസ് 8 ഈക്വൽ 0. അപ്പോൾ r ഈക്വൽ ടു 8. r മൈനസ് 3 ഈക്വൽ 0. അപ്പോൾ r ഈക്വൽ ടു 3. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ അതിൽ 4PR അല്ലെങ്കിൽ 5PR മൈനസ് 1 എന്നുള്ള ടേംസ് വന്നിട്ടുണ്ട്. 4PR എന്ന് പറയുമ്പോൾ 4P8 എന്നൊരിക്കലും വരില്ല. കാരണം n ഇവിടെയുള്ള ഈ നമ്പർ ഈ r-നേക്കാൾ ഗ്രേറ്ററോ ഈക്വലോ ആയിരിക്കണം. അപ്പോൾ r ഈക്വൽ ടു 8 എന്നുള്ള ആൻസർ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ r ഈക്വൽ ടു 3 ആണ് ആൻസർ. If n minus 1 P3 is to n plus 1 P3 equal to 5 is to 12, find n. നമുക്കറിയാം NPR equal to n factorial divided by n minus r factorial ആണ്. അതുപോലെ n minus 1 P3 എന്ന് പറഞ്ഞാൽ n minus 1 factorial divided by n minus 1 minus 3 factorial.
ഈസ് ടു എന്നുള്ളത് ഞാൻ ഡിവിഷൻ ആക്കി എഴുതുകയാണ്. n+1 p3 എന്ന് പറയുമ്പോൾ n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n+1 മൈനസ് 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 5/12 ബൈ ബി ബൈ സി ബൈ ഡി എന്നാണെങ്കിൽ അതിനെ a/b ഇൻറ്റു d/c എന്ന് എഴുതാവുന്നതാണ്. അതായത് n-1 ഫാക്ടോറിയൽ ബൈ n-1 - 3 ഫാക്ടോറിയൽ ഇൻറ്റു n+1 - 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n+1 ഫാക്ടോറിയൽ എന്ന് ഇതിനെഴുതാവുന്നതാണ്. ഈക്വൽ ടു 5/12. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-1 - 3 എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ഇൻറ്റു n+1 - 3 എന്ന് പറഞ്ഞാൽ n-2 ഫാക്ടോറിയൽ താഴെയോ n+1 ഫാക്ടോറിയൽ ഈക്വൽ ടു 5/12. ഇനി സിംപ്ലിഫൈ ചെയ്യാം. n-1 ഫാക്ടോറിയൽ ഇൻറ്റു n-2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-4 ഫാക്ടോറിയൽ ഇൻറ്റു n+1 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? n+1 ഇൻറ്റു n ഇൻറ്റു n-1 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയലിനെ 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ എന്ന് എഴുതുന്ന പോലെ n+1 ഫാക്ടോറിയലിനെ n+1 ഇൻറ്റു n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇത് വെട്ടിക്കളയാലോ. ഈക്വൽ ടു 5/12. അതുപോലെ തന്നെ എനിക്ക് n-2 ഫാക്ടോറിയലിനെയും എഴുതാം. ഈക്വൽ ടു n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-4 ഫാക്ടോറിയൽ ഇൻറ്റു n+1 ഇൻറ്റു n ഈക്വൽ ടു 5/12. ഇത് കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് താഴെയുള്ളത് റൈറ്റ് സൈഡിലേക്കും ഈ 12നെ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവരാം. അപ്പോൾ 12 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഈക്വൽ ടു 5n ഇൻറ്റു n+1. ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഞാൻ 12 അങ്ങനെ തന്നെ എഴുതുകയാണ്. n ഇൻറ്റു n n², n ഇൻറ്റു -3 -3n, -2 ഇൻറ്റു n -2n, -2 ഇൻറ്റു -3 +6 ഈക്വൽ ടു 5n ഇൻറ്റു n 5n² പ്ലസ് 5n ഇൻറ്റു 1 5n തന്നെ. ഇനി ഞാൻ 12നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 12n² - 60n പ്ലസ് 72 ഈക്വൽ ടു 5n² പ്ലസ് 5n. ഇതെല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത് -5n ഇത് -5n² എന്ന് വരും. അപ്പോൾ 12n² - 5n² 7n² -60n - 5n -65n പ്ലസ് 72 ഈക്വൽ ടു 0. ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് -b ± √b² - 4ac/2a ആണ് ഉപയോഗിക്കുന്നത്. 8 or 9/7 ആണ് കിട്ടുന്നത്. ഇതിൽ n ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരില്ല. അപ്പോൾ n ഈക്വൽ ടു 8 ആണ് ആൻസർ. It is required that 5 men and 4 women sit in a row, women occupying even places. How many arrangements are possible? അതായത് 5 മെന്നും 4 വിമനും ടോട്ടൽ 9 ആളുകളാണുള്ളത്. അപ്പോൾ ഞാൻ 9 സീറ്റ് വരച്ചിട്ടുണ്ട്. ഇതിൽ വിമൻ എപ്പോഴും ഈവൻ പ്ലേസസിലാണ് ഇരിക്കുക എന്നാണ് പറഞ്ഞത്. 4 ഈവൻ പ്ലേസ് ആണ് നമുക്കുള്ളത്. ആ 4ലും വിമൻ തന്നെയായിരിക്കും. ഈ 4 വിമനിൽ ആര് വേണമെങ്കിലും എനിക്ക് ഈ പൊസിഷനിൽ വെക്കാം. അപ്പോൾ 4, ബാക്കി 3 പേരാണുള്ളത്. ആ 3 പേരിൽ ആരെ വേണമെങ്കിലും എനിക്ക് ഇവിടെ ഇരുത്താം. അടുത്ത 2 പേരിൽ ആരെ വേണമെങ്കിലും ഇവിടെ ഇരുത്താം. പിന്നെ ഒരാളുള്ളത് ഇവിടെ. ഇനി നമുക്ക് 5 മെന്നുണ്ട്. ആ 5 മെന്നിൽ ആര് വേണമെങ്കിലും ഇവിടെ ഇരുത്താം. അടുത്തത് 4 മെന്നിൽ ആര് വേണമെങ്കിലും ഇരുത്താം. അടുത്തത് 3 2 1. ഇനി ചെയ്യേണ്ടത് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ്. 2880 എന്ന് കിട്ടും.